ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എൻ.കെ. പ്രേമചന്ദ്രൻ കൊളുത്തിയ വിവാദം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസം വികലമാക്കി പോലീസ് വണ്ടിയിൽ കിടത്തിയാണ് മലകയറ്റത്തിനായി പമ്പയിൽ കൊണ്ടുവന്നത് എന്നായിരുന്നു പ്രേമചന്ദ്രൻ്റെ പ്രസംഗം. UDFിൻ്റെ വിശ്വാസ സംരക്ഷണ യാത്രാ സമാപന സമ്മേളനത്തിലായിരുന്നു വിവാദ പ്രസ്താവന. വിവാദമായതിനെ തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൊറോട്ട ബീഫ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രേമേന്ദ്രൻ ആവർത്തിച്ചു. മുമ്പ് ഇത് ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ടെന്നും അന്ന് വിവാദമായില്ലെന്നും തന്നെ ആക്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു ന്യായീകരണങ്ങൾ. അവിടെ വന്നപ്പോൾ ബീഫും പൊറോട്ടയും നൽകിയ സ്ഥലം ലേശം ഒന്ന് മാറി. അത് പാല ഗസ്റ്റ് ഹൗസ് എന്നത് കോട്ടയം പോലീസ് ക്ലബ്ബായി മാറി. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞറിഞ്ഞാണ് തൻ്റെ വിശദീകരണം എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. അങ്ങനെ ഉത്തമ ബോധ്യമില്ലാത്ത ഒന്ന്, അതും സമൂഹത്തിൽ വർഗീയ കലാപത്തിന് സാധ്യതയുള്ള ഒരു വിഷയം എൻ.കെ. പ്രേമേന്ദ്രനെ പോലെ ഒരാൾ പറയുമോ? ലോക്സഭയിലും രാജ്യസഭയിലുമായി 6 തവണ MP-യും 1 തവണ മന്ത്രിയുമൊക്കെയായ ഇരു മുന്നണിയിൽ നിന്നും മികച്ച വിജയം നേടിയിട്ടുള്ള ഒരു ജനനേതാവ് ഇങ്ങനെ പറയാമോ? ഈ പറഞ്ഞതിന് എന്ത് തെളിവാണ് ഹാജരാക്കാനുള്ളതെന്ന ബിന്ദു അമ്മിണിയുടെ ചോദ്യത്തിന് എന്താണ് മറുപടി? പ്രേമേന്ദ്രൻ പറഞ്ഞത് ശരിയോ അതോ കുത്തിത്തിരിപ്പിനായി ബോധപൂർവം പറഞ്ഞതോ?